ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഒരു മൺചട്ടി എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോണത്. അപ്പം അതിനായിട്ട് ആദ്യം ഒരു മൺചട്ടി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് റിൻസ് ചെയ്യുക. എന്നിട്ട് വലിയൊരു പാത്രം വെള്ളത്തിലേക്ക് അത് ഒന്ന് മുക്കി വെക്കുക. അപ്പം നമ്മളിത് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടാവണം. അതിനുശേഷം നെക്സ്റ്റ് ഡേ ആയി ഇപ്പം ഞാനത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കുകയാണ്. ഉണക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് എല്ലാ സൈഡിലും തടവണം. അതിൻ്റെ സൈഡിലും മുകളിലും അതിൻ്റെ അടിയിലും ഒക്കെ നന്നായി തടവുക. അതിനുശേഷം അതിനെ വീണ്ടും വെയിലത്ത് വെച്ചിട്ട് എണ്ണ മുഴുവനായിട്ട് അതിൽ അബ്സോർബ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ നോക്കിയാൽ കാണാം മുഴുവനായിട്ട് അതിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം കൊണ്ട് നിറയ്ക്കണം. കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഓവർനൈറ്റ് അനക്കാതെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഡേ രാവിലെയോ അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടായാലും കുഴപ്പമില്ല, നമുക്കിത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. തണിഞ്ഞതിന് ശേഷം നമുക്ക് ആ കഞ്ഞിവെള്ളം മറിച്ച് കളഞ്ഞിട്ട് ഈ ചട്ടിയെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ വെള്ളവും ഒരു സ്ക്രബ്ബറും വെച്ചിട്ടാണ് കഴുകേണ്ടത്. സോപ്പ് എന്തായാലും ഉപയോഗിക്കാൻ പാടില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ കുറച്ച് കടലപ്പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ കഴുകി കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായി ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പിടി ഉള്ളി ഇട്ടിട്ട് ഒന്ന് അത് വഴറ്റിയെടുക്കാം. അതോടുകൂടി നമ്മുടെ ചട്ടി ഇവിടെ മയങ്ങിക്കഴിഞ്ഞു, റെഡിയായി. ഈ ഒരു പ്രോസസ്സ് നമുക്ക് പുതിയ ചട്ടിക്ക് മാത്രമല്ല, ഓൾറെഡി ഉപയോഗിക്കുന്ന ചട്ടിക്കും ഇടയ്ക്കൊന്ന് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.